പണീന്റെ അപകടം എന്നതാണ്. അങ്ങനെ ഒരാൾ ചർച്ച ചെന്നിട്ട് ക്രിസ്ത്യാനികളോട് യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ബൈബിൾ ഉദ്ധരിച്ച് പ്രസംഗിച്ചാൽ അത് ഹറാമും മനേജു സലഫിനെതിരാവോ എങ്കിൽ മനസ്സിലായിക്കൊള്ളത് വാദിക്കുന്നവൻ ജൂതന്റെ പണി എളുപ്പാക്കുന്നവനാണ്. ഞാൻ തുറന്ന് പറയാണ്, ജൂതൻ ഏറ്റവും ഇഷ്ടം ആരോട് അറിയോ? ദൈവത്തിന് തടസ്സം നിൽക്കുന്ന ഈ ടീമിനോട്. നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളൂ എന്താ ചെയ്യണത്. മനുഷ്യനെ നരകത്തിൽ ഉറപ്പിച്ച് നിർത്തുകയാണ്. പോയല്ലേ പറയല്ലേ, നമുക്ക് ചില അറബി കിതാബ് നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാം. അങ്ങനെ 10 കൊല്ലം വായിച്ചല്ലോ സുബൈർ മങ്കട. ഒരു പ്രബോധകനെ പുറത്തിറക്കാൻ കഴിഞ്ഞോ 10 കൊല്ലം കൊണ്ട്? അറബി കോളേജിൽ 6 കൊല്ലം പഠിക്കണേ, എന്താ കിട്ടുക എന്നാണ് മെന്നാന്ന് ഒരാളെ പ്രസംഗം. ഏടോ ചെങ്ങായി 10 കൊല്ലം ഒരുത്തം മെനക്കേട്ടിരുന്ന് കുത്തിരിഞ്ഞ് രാവും പകലും 5 വക്ത് നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം ഉപർക്ക് ഒഴിവ്, അല്ലാത്ത സമയത്തൊക്കെ കിതാബ് വായിച്ചു. ഒരു മനുഷ്യനെ ഇൽമുള്ള ഒരുത്തനെ പുറത്തിറക്കാൻ കഴിയും. ഇനി ഞാൻ പറയാം, എപ്പം വന്ന ടീമുണ്ടല്ലോ 50 കൊല്ലം കഴിഞ്ഞാൽ ഒരു ദായിയെ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടൊരുത്തനെ പുറത്തിറക്കാൻ കഴിയില്ല. അത് മനസ്സിലായിക്കോളൂ നിങ്ങൾ. ഇത് ഞാൻ ഈ സമയത്ത് എനിക്ക് പറയേണ്ട ഒന്ന് ദുഃഖമുണ്ട്. ഗൗരവമായി ആലോചിക്കുക, ചിന്തിക്കുക. അറിഞ്ഞ അറിവ് മനുഷ്യർക്ക് പകർന്നു കൊടുക്കുക. ഒരു നാട്ടിൽ തൂക്കേടുണ്ടായാൽ ഒരാൾ പറയാണ്, വളരെ പ്രഗത്ഭനായ ഒരു വൈദ്യൻ എന്നോട് പറഞ്ഞാണ്, ഇന്ന വസ്തു ഉപയോഗിച്ചാൽ ഗുണമുണ്ടാവും. മഞ്ഞളും ഉലുവയും അതുപോലെ കരിഞ്ചീരവും ഉപയോഗിച്ച് കഴിച്ചാൽ വയറിന് അസ്വസ്ഥമാണ്. നല്ലൊരു വൈദ്യശാസ്ത്രമാണ്. അതൊരു നാടൻ മനുഷ്യൻ, സ്കൂളൊന്നും പഠിക്കാത്ത, കോളേജിൽ പോവാത്ത, ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത, തെങ്ങുമ്പോ കയറുന്ന ഒരു മാധവൻകുട്ടി പറയാണ്, ഇത് 3 ഉപയോഗിച്ച് കഴിച്ചാൽ വയറിന് ആശ്വാസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് പറയാ, MBBS പാസ്സായിട്ടുണ്ടോ? ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സയൻസ് പാസ്സായിട്ടുണ്ടോ? എടോ, ഒരു ഇൽമിനെ ഇൽമായി അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാകുക. കുരുട്ട് ഹൃദയവും പേറി നാട്ടിലിങ്ങനെ ആലിമുകളായിട്ട് നടന്ന് മനുഷ്യർ അള്ളാന്റെ ദീനിന് തടുക്കുന്ന, ശത്രുക്കളുടെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു പക്ഷേ നിഷ്കളങ്കരായി പലരും അതിൽ പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങൾ ഇസ്ലാമിനോട് ചെയ്യുന്ന ആക്രമം ചില്ലറയല്ല.